നമസ്കാരം. ഇപ്പോൾ സൂംബയാണ് ചർച്ചാ വിഷയം. സ്കൂളുകളിൽ കുട്ടികൾ സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നം? ഈ ലഹരി വിമുക്തമാക്കാനായി സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. പക്ഷേ ഒരു വിഭാഗത്തിന് മാത്രം അത് അംഗീകരിക്കാനാകുന്നില്ല. അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്ന ഒന്നായാണ് അവരിതിനെ കാണുന്നത്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലെ വൈവിധ്യം നോക്കിക്കാണുന്ന ശുഭാംശു ശുക്ലയുള്ള രാജ്യത്താണ് സൂംബയെ അശ്ലീലം എന്ന നിലയിൽ നോക്കിക്കാണുന്ന ഒരു പ്രത്യേക വിഭാഗവും ഉള്ളത്. ശരിക്കും എന്താണ് സൂംബയിൽ തെറ്റ്? ഈ 21-ാം നൂറ്റാണ്ടിലും ഉയർന്നു ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നൊരു കുട്ടി പറഞ്ഞാൽ ആ കുട്ടിയെ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ടീച്ചർമാർ പറയുമോ വേണ്ട പഠിക്കേണ്ട? പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. അവധി വേണം, അവധി വേണ്ട, അവധി കൊടുക്കുന്നില്ല. വി.ഡി. സതീശനെ സംബന്ധിച്ച നിലപാട് കറക്റ്റാണ്. കാരണം എന്തായാലും മുസ്ലിം വോട്ടുകളെല്ലാം ജനറൽ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ്. ഇതേ സമുദായത്തിന് തന്നെയായിരുന്നല്ലോ പ്രശ്നം. ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെ അനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചേറെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട. അഖില, ശരിക്കും സൂംബയിൽ എന്താണ് വൃത്തികേട്? അതിലെന്ത് അശ്ലീലമാണുള്ളത്? ശരിയാ, എനിക്കറിയാവുന്ന അനുസരിച്ചാണെങ്കിൽ സൂംബ ഒരു നൃത്തവും സംഗീതവും വ്യായാമവും ഒക്കെ ചേർന്ന ഒരു കലാരൂപം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു ഇതാണ്. അതിന് ഇപ്പോൾ ഈ ചില മത നേതാക്കൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളൊക്കെ പറയുന്നത് പോലെ പ്രത്യേകതരം ഒരു വസ്ത്രമോ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലായത്. ലാറ്റിൻ അമേരിക്കൻ കൾച്ചറിൽ നിന്ന് വന്ന ഒരു രീതിയാണെങ്കിൽ അവരുടെ വസ്ത്രധാരണം വേറെയാണ്, നമ്മുടെ പോലെ അല്ല. പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിലേക്ക് അതെത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്കൂളുകളിലുമൊക്കെ ഈ സൂംബ ചെയ്യുന്ന കണ്ടല്ലോ. സ്കൂൾ യൂണിഫോമിൽ അല്ലെങ്കിൽ PT ഡ്രസ്സിൽ, അതും അല്ലെങ്കിൽ അവരുടെ ഉപയോഗിച്ചിരിക്കുന്ന ഏത് വസ്ത്രമാണെങ്കിലും അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഈ പറയുന്ന പോലെ അല്പവസ്ത്രം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്പവസ്ത്രം ധരിക്കണമെന്ന് ആരും നിർബന്ധിക്കുന്നുമില്ലല്ലോ. പക്ഷേ അല്പവസ്ത്രം എന്ന് മാത്രമല്ല അവർ പറയുന്നത്, ഒരു തുള്ളുന്ന ഒരു പ്രക്രിയയായിട്ട് കൂടിയാണ് ഈ സൂംബയെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ശരിക്കും ആ സൂംബ എന്നുള്ളത് ലാറ്റിൻ അമേരിക്കൻ കൾച്ചറിൽ തന്നെ അങ്ങനെയാണ്. അതായത് നൃത്തവും സംഗീതവും ഒക്കെ ചേർന്നതാണ്. നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഇഷ്ടമുള്ള സംഗീതം ഉപയോഗിച്ച് ഇഷ്ടമുള്ള പാട്ട് ഉപയോഗിച്ച് നമുക്കത് കളിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. തീർച്ചയായിട്ടും. അതായത് ആ നിലപാട് വ്യക്തമാണ്. അങ്ങനെ എന്തിനു വേണ്ടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിന് ഇഷ്ടമല്ല എന്ന് കരുതി മാറ്റാൻ തയ്യാറായില്ല. സൂംബയുമായി മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഒരു കേരളമാണ്, ഇവിടുത്തെ ഒരു സാമൂഹിക രീതി, ഇവരുടെ ഈ രാഷ്ട്രീയം എപ്പോഴും നമ്മുടെ ഓരോ സാമൂഹിക വിഷയങ്ങളിലും ഇടപെടുന്ന ഒന്നാണ്. വോട്ട് ബാങ്കായി കാണുന്ന ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രത്തോളം വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മളത് എന്താണ് കാണാൻ പോകുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഐശ്വര്യക്ക് ഓർമ്മയുണ്ടോ ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. അവധി വേണം, അവധി വേണ്ട, അവധി കൊടുക്കുന്നില്ല, മറ്റൊരു ദിവസം തീരുമാനിക്കുന്നു. പക്ഷെ പിന്നീട് സർക്കാരിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അതിൽ ശ്രദ്ധേയമായ ഒരു മറുപടി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്താണ്, ഈ എല്ലാവരുടെയും അഭിപ്രായവും കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ സൂംബയിൽ ഒരു തീരുമാനം എടുക്കാവൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതായത് ഇത് വി.ഡി. സതീശനെ സംബന്ധിച്ച നിലപാട് കറക്റ്റാണ്. കാരണം എന്തായാലും മുസ്ലിം വോട്ടുകളെല്ലാം അല്ല, അത് ശരിയാണ്. UDF എപ്പോഴും അങ്ങനെ അവരുടെ ഒരു നിലപാട് എപ്പോഴും അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ പറയുന്ന പക്ഷേ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് ഏതൊരു കാര്യം വന്നാലും എതിർക്കുന്ന കുറച്ചു പേരെങ്കിലും കാണും. അവരുടെ ഒരു അഭിപ്രായം കൂടി കേൾക്കേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ പൊതുബോധത്തിന്റെ കൂടി. പക്ഷേ എതിർപ്പുകൾ കേൾക്കേണ്ട ആവശ്യമുണ്ട്. പൊതുവിദ്യാലയം ആയതുകൊണ്ട് തന്നെ സർക്കാരിന് ചില തീരുമാനങ്ങൾ എടുക്കാം. ആ തീരുമാനങ്ങൾ സർക്കാർ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു ആർക്ക്. ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നൊരു കുട്ടി പറഞ്ഞാൽ ആ കുട്ടിയെ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ടീച്ചർമാർ പറയോ വേണ്ട പഠിക്കേണ്ട മോൻ മിണ്ടാതിരുന്നു പറയോ? ഇല്ല, പറയില്ല. അതുപോലെ തന്നെ ഈ പൊതുവിദ്യാലയങ്ങളിൽ അത്തരമൊരു തീരുമാനം എടുക്കുമ്പോൾ അത് കുട്ടികളെ പറഞ്ഞ് ഇതിപ്പോൾ കുട്ടികളുടെ അല്ല പ്രശ്നം, മുതിർന്ന ആൾക്കാരുടെയാണ് പ്രശ്നം. അവർക്കാണ് ഈ ഒരു കാര്യത്തിൽ കുട്ടികൾ സൂംബ കളിക്കേണ്ട, ആണും പെണ്ണും ഒരുമിച്ച് ക്ലാസ് ഇരിക്കരുത്, ഒരുമിച്ച് ഇങ്ങനെ സൂംബ കളിക്കരുത് എന്നൊക്കെയുള്ള ഒരു പ്രശ്നം വരുന്നത് മുതിർന്ന ആൾക്കാരിലാണ്. കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സമൂഹം ഈ മതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കാറില്ലേ? വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ പോയി പഠിക്കുന്നില്ലേ? ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമൂഹ്യ ബോധത്തിൽ ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള യൂണിഫോം കൊണ്ടുവരാമെന്ന് സർക്കാർ തീരുമാനിക്കുന്നു. അതിൽ വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത് സർക്കാരിന്. അതിനപ്പുറത്തേക്ക് ഈ വർഷം തന്നെ ഈ സമയമാറ്റം കൊണ്ടുവരുന്നു സർക്കാർ, ഈ സ്കൂളിന്റെ സമയമാറ്റം കൊണ്ടുവരുന്നു. അവിടെയും പ്രശ്നം എന്താണ്? പ്രതിഷേധിച്ച് സർക്കാരിനെ തോൽപ്പിക്കുക. മതപഠനം നടത്താനായിട്ട് സമയം എന്തോ പ്രശ്നമാണ്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ മാറേണ്ട കാര്യം, അതായത് ഈ മതവും ഈ വിദ്യാഭ്യാസവും കൂടി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും. ഈ ജനറൽ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ്. ഇതേ സമുദായത്തിന് തന്നെയായിരുന്നല്ലോ പ്രശ്നം, മറ്റുള്ളവർക്ക് അത്തരത്തിലൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ലല്ലോ. മതം എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഭയത്തോടെ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. അതായത് ഒരു യൂണിഫോമിന്റെ കാര്യം വരുമ്പോൾ അത് അല്ലാതെ തന്നെ ഈ മതപഠനത്തെ ബാധിക്കും. ക്ലാസ് ഒന്ന് സമയക്രമം വരുത്തിയാൽ മതപഠനത്തെ ബാധിക്കും. എന്നാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കുന്ന പോലെ എന്നാൽ മതം പഠിക്കാതിരുന്നാൽ പോരെ? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പക്ഷേ നമ്മൾ അങ്ങനെ നമുക്ക് നിലപാടെടുക്കാൻ കഴിയില്ല. മതം പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിൽ നമുക്ക് അങ്ങനെ ഒരു അതിലൂടെ നമ്മൾ ചെയ്തത് എന്താണ് അഖില? നമ്മൾ കുട്ടികളെ വിദ്യാഭ്യാസത്തിലുപരി മതപഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴേക്കും കുട്ടികൾ എൻ്റെ മതമാണ് വലുത്, മറ്റേ മതത്തിൽ നിന്ന് നമ്മുടെ മതമാണ് കുറച്ചുകൂടെ പരിശുദ്ധം എന്നൊക്കെ കുട്ടികളിലേക്ക് ഇൻജക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഈ മതപഠനത്തെക്കാൾ ഏറ്റവും കൂടുതൽ വേണ്ടത് സഹജീവികളെ സ്നേഹിക്കുക, കൂടെയുള്ളവരെ കരുണയോടെ കാണുക, പരസ്പര സഹായം. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂളുകളിൽ പോകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്നാണല്ലോ എല്ലാം പഠിക്കുന്നത്, സ്കൂളുകളിൽ നിന്നാണല്ലോ എല്ലാം പഠിക്കുന്നത്. ഈ യൂണിഫോമിലൊക്കെ ഒരു ഏകീകരണം വരുമ്പോഴേക്കും ആണ് പെണ്ണ് എന്ന വ്യത്യാസം ഉണ്ടാകില്ല, അല്ലേ? ആ ഒരു വ്യത്യാസമില്ല. ഞങ്ങൾ ഒന്നാണ് എന്ന തോന്നൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കിടയിലും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ സൂംബയുടെ കാര്യം എടുക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് MA ബേബിയുടെ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് അഭിപ്രായം പറയാം, പക്ഷേ ആജ്ഞാപിക്കരുത്. അത് വളരെ കൃത്യമായ ഞാൻ നേരത്തെ പറഞ്ഞത്, അഭിപ്രായമുണ്ട് ചിലർക്കെങ്കിലും, എതിർപ്പുള്ള ചില വിഭാഗങ്ങളുടെ കൂടി അഭിപ്രായം കേൾക്കണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ശരിക്കും ഹുസൈൻ മടവൂറൊക്കെ പറയുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന, അങ്ങനെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം എന്താണ് ഇതിനകത്തുള്ളത്? ചിന്തിച്ചു നോക്കൂ, എന്ത് നല്ല മാനസികാവസ്ഥയായിരിക്കും കുട്ടികളുടെ. നമ്മൾ ഈ സ്കൂളിലേക്ക് പോകുന്നു, അവിടെ ചെന്ന് ആദ്യത്തെ ഒരു അസംബ്ലിയിൽ നമ്മൾ സൂംബ ചെയ്യുന്നു. ഈ മാനസികമായും ശാരീരികപരമായും കുട്ടികൾ എന്ത് ഓക്കെ ആവും, അല്ലെ? പോസിറ്റീവ് എനർജിയാണ് അവർക്ക് കൊടുക്കുന്നത്. ആ പോസിറ്റീവ് എനർജിയെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ PT പീരീഡ് വരാൻ വേണ്ടി കാത്തിരിക്കും, അല്ലെ? കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. PT ഈ പറഞ്ഞതുപോലെ സൂംബയുണ്ട്, അതുപോലെ തന്നെ മറ്റെല്ലാ ഗെയിംസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് PT എന്ന് പറയുന്നത്. അതിലും ഈ ആണും പെണ്ണും അങ്ങനത്തെ ഒരു വ്യത്യാസമില്ലാതെ കുട്ടികൾ ഒന്നിച്ച് അവർ തൻ്റെതായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. മറ്റൊരു കാര്യം, ഈ സൂംബയെ എതിർക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒപ്പനയെയും എതിർക്കുമോ? കാരണം ഇതിനേക്കാളും വലിയ തുള്ളിച്ചാട്ടമുള്ള, അല്ലെങ്കിൽ തുള്ളിച്ചാട്ടം എന്ന് അവർ വിശേഷിപ്പിച്ചത് കൊണ്ടാണ് ഞാനും ആ വാക്ക് ഉപയോഗിക്കുന്നത്, ഈ ഒപ്പനയെയും അങ്ങനെ കാണാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പല കാര്യങ്ങളിൽ സംസാരിച്ചതുപോലെ ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ വലിയ പ്രശ്നമാണിത്. ഈ സമുദായ വിഭാഗത്തിൽപ്പെടുന്ന പലരുടെയും, അതായത് ഈ മുസ്ലിംസ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ അവരുടെ കളികളെല്ലാം കോൽകളി, അറബനമുട്ട്, ദഫ്മുട്ട്, അതെല്ലാം ആൺകുട്ടികൾക്കുള്ളതാണ്, അല്ലെങ്കിൽ ആണുങ്ങൾക്കുള്ളതാണ്. സ്ത്രീകൾക്ക് ഇപ്പോൾ നമുക്ക് പറയാനൊരു ഒപ്പന മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആൺകുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഒരിടത്തേക്ക് സ്ത്രീകളും പുരുഷന്മാരും വരുന്നതിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിലിപ്പോൾ പുരുഷന്മാർ മാത്രം കളിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. നേരത്തെ ഐശ്വര്യക്ക് ഓർമ്മയുണ്ടാവും, ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് MEC7 വ്യായാമമൊക്കെ നടത്തിയപ്പോൾ എന്ത് വലിയ വിവാദമാണ് ഈ സംസ്ഥാനം കണ്ടത്. എത്ര പേരുടെ പ്രതികരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സമൂഹത്തിൽ ഉയർന്നു വന്നത്. അങ്ങനെ മാത്രം ചിന്തിക്കുന്ന കുറേ മനുഷ്യർ. പക്ഷേ ഇത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതായത് ചില സാമുദായിക സംഘടനകൾ, അല്ലെങ്കിൽ മതസംഘടനകൾ, മത നേതാക്കൾ, അവരുടെ അഭിപ്രായം ഈ മുഴുവൻ കമ്മ്യൂണിറ്റിയെയാണ് ബാധിക്കുന്നത്. ശരിക്കും മുസ്ലിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല.
എൻ്റെ പരിചയക്കാർ കൂട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഇതൊരു വിഷയമേ അല്ല. അപ്പോൾ ഈ പറയുന്ന നേരത്തെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളൊക്കെ വന്നപ്പോഴേ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതൊരു സമൂഹത്തിന് മുഴുവൻ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മുഴുവൻ എൻ്റെ അഭിപ്രായം ഞാനാണിത് അഭിപ്രായം പറയണ്ട, ഞാൻ പറയുന്ന അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. സമുദായം ഒരു ഇതിലെ അതായത് മാനസിക വൈകൃതമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രോളുകളൊക്കെ വരുമ്പോൾ ഇവർ സൂംബ ഇനി തെറ്റിദ്ധരിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സൂംബയെ സാംബയായിട്ട് വല്ലതും കണ്ട് ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഈ വസ്ത്രധാരണം എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ ഇനി കണ്ടിട്ടെങ്ങാനും ആണോ ഈ യൂണിഫോമിലാണ് ചെയ്യുന്നത്? അല്ല, അതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? സൂംബ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കൾച്ചറൽ ഒരു രീതിയാണ്. അപ്പോൾ അവരുടെ വസ്ത്രത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ യൂട്യൂബിലൊക്കെ സൂംബ എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ നാട്ടിലെ കുട്ടികൾ യൂണിഫോം ഇട്ട് കളിക്കുന്ന സൂംബ അല്ല കിട്ടുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവരുടെ ആ ഒരു തനതായ വേഷം, അത് അവർക്ക് അശ്ലീലമൊന്നുമല്ല, അത് അവരുടെ സാധാരണ വേഷം മാത്രമാണ്. അങ്ങനെ ചെയ്യുന്നത് കാണുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലറിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. സൂംബ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യായാമ മുറകൾ വേണം, കുട്ടികളെ കുട്ടികൾ ലഹരി വിമുക്തരായി മുന്നോട്ട് വരണമെന്നുള്ളതിൽ ഒരു സംശയവുമില്ലല്ലോ. നമ്മുടെ കാലത്ത് ഇപ്പോൾ ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി. അതിൽ നിന്ന് എങ്ങനെ കുട്ടികളെ പിന്നോട്ട്, അപ്പം സൂംബ കളിച്ചാൽ ലഹരിയിൽ നിന്ന് മുക്തമാവുമോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു 10% അല്ലെങ്കിൽ പോട്ടെ ഒരു 5% പേരെ നമുക്ക് സാധാരണ നിലയിലേക്ക് അവനവനിലേക്ക് മാത്രമായി ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവനവൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ മാനസികാവസ്ഥ എന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കാൻ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ നേട്ടമല്ലേ. അല്ലാതെ ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും നാളെ ഈ ലഹരിക്കെതിരായി മുന്നോട്ട് വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരിനെ അഭിനന്ദിച്ചേ മതിയാകും. കാരണം സൂംബ എന്ന് പറയുന്നത് അതിൽ നൃത്തമുണ്ട്, പാട്ടുണ്ട്, കുട്ടികൾക്ക് അങ്ങ് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് അത്രയും ഭയങ്കര മാനസികപരമായി വളരെ ഓക്കെ ആയിക്കൊണ്ട് ചെയ്യാൻ ഈ സൂംബയ്ക്ക് സഹായിക്കും. സൂംബ സംബന്ധിച്ച് ചെയ്യുമ്പോഴേക്കും അത് കുട്ടികളെ വളരെയേറെ ഒരു ഉന്മേഷവാന്മാരാക്കും. അതിനെയാണ് ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞൊരു വിഭാഗം എതിർക്കാൻ നോക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്. ഇനി സർക്കാർ ഇതിൽ നിന്നും പിന്മാറുമോ? നമ്മുടെ ഈ പെരുന്നാൾ അവധിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു നാളെ ആകുമ്പോഴേക്കും സർക്കാർ ഇതിൽ നിന്നും പിന്നോട്ട് പോകുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതിൽ പ്രത്യേകിച്ചും ഈ സമുദായ മത നേതാക്കൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മതസംഘടനകൾ കുട്ടികളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം അവരുടെ മുഴുവൻ മതത്തിൻ്റെ അഭിപ്രായമാണെന്ന് പറയാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്ത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും അവിടുത്തെ സ്ത്രീകളൊക്കെ ഏറ്റവും മുന്നോട്ട് വരുന്ന കാലത്താണ്. നമ്മളിപ്പോൾ സൗദിയിൽ നിന്നൊക്കെ ആളുകൾ ലോക സുന്ദരി പട്ടത്തിൽ മത്സരിക്കാൻ സ്ത്രീകളൊക്കെ മുന്നോട്ട് വരുന്ന കാലത്ത് അത്രയും ഒരു പിന്തുണ രാജ്യം അവർക്ക് കൊടുക്കുന്ന കാലത്താണ് നമ്മുടെ നാട്ടിൽ, അതായത് നമ്മൾ പരിഷ്കൃതമാണ്, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്, നമ്മൾ വലിയ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന നമ്മളാണ് ഇത്തരത്തിൽ നിസ്സാരമായി വെറും, അതായത് മാനസിക വൈകൃതം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റൂ, അത്രയും നിസ്സാരമായി ഇത്തരം വിഷയങ്ങളെ കാണുന്നത് എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് വളരെ പ്രമുഖരായ ആളുകൾ വളർന്നു വന്ന, മറ്റ് സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ആളുകളുള്ള മുഹമ്മദ് റാഫിയെ പോലെ, കമലാ സുരയ്യെ പോലെയുള്ള ആളുകളൊക്കെ ഉള്ള ആ സമുദായത്തെ പറ്റിയാണ്, ആ സമുദായമാണ് അല്ലെങ്കിൽ ആ സമുദായത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചീത്തപ്പേര്. ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേക്കും എനിക്ക് തോന്നിപ്പോവും ഇതാണോ നമ്പർ 1 സാക്ഷര കേരളം എന്നുള്ളത്. ഈ സാക്ഷര കേരളത്തിൽ കേരളം ഈ പറഞ്ഞതുപോലെ വളരെ മുന്നേറി നിൽക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും ആണ്, പെണ്ണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജാതി, മതം, സൂംബ കളിക്കാൻ പാടില്ല, സൂംബ കളിച്ചാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇഴുകിച്ചേരുന്നത് വലിയ പ്രശ്നമാണ്. ഏത് നൂറ്റാണ്ടിലാണ് ഇവർ ജീവിക്കുന്നത്? ഈ മന്ത്രി ബിന്ദു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇത്തരം വാർത്തകൾ വന്നപ്പോഴേക്കും നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, 19ാം നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഹുസൈൻ മടവൂർ പറഞ്ഞൊരു കാര്യമാണ്, 19ാം നൂറ്റാണ്ടിലല്ല, വേണമെങ്കിൽ അതിൻ്റെ പിന്നിലേക്ക് വേണമെങ്കിൽ പോവാം, അന്ന് വസ്ത്രമേ ഇല്ലായിരുന്നു. അതായത് അങ്ങനെ ഒരു മന്ത്രിയെ പരിഹസിക്കുകയാണ് ചെയ്തത്. അതായത് ഒന്ന് ചിന്തിക്കുകയല്ല, എന്താണ് സൂംബ എതിർക്കപ്പെടേണ്ട കാര്യമുണ്ടോ ഇത് ചിന്തിക്കുകയല്ല ചെയ്യുന്നത്, ഈ എതിർക്കുന്നവരെ പരിഹസിക്കുകയാണ് ഒരു കൂട്ടർ ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. അത് വെറുമൊരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ല, അതിനനുസരിച്ചുള്ള കൃത്യമായ കരിക്കുലം റെഡിയാക്കിയിട്ടുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. ഇതിൽ ഇവർക്ക് ഇതെന്തും ആകാം. വ്യായാമ മുറകൾക്ക് പഠിക്കുന്നതിൽ ഒരു തെറ്റില്ല. അതൊക്കെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും ശാരീരിക ഇതിനും ആ ഒരു പോസിറ്റീവായിട്ട് അതിനെ കാണണം. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ കാലികമായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളത്. അല്ലാതെ ഇതൊരു അത്ര വലിയ വിഷയമാണ്. അങ്ങനെ ചർച്ച ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചർച്ചയ്ക്ക് പോലും അനാവശ്യമായ ഒരു വിവാദം, ഒരു ചർച്ചയ്ക്ക് പോലും ഇതിന് പ്രസക്തിയില്ല. അതൊരു സ്കൂളിൽ നടത്തുന്നു, കുട്ടികൾ തമ്മിലുള്ള ഒരു
കാര്യം അത് അവിടെ തീരേണ്ടതാണ്. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു പുതിയ കാര്യം പഠിക്കാൻ കഴിയുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒന്നും കാണേണ്ട കാര്യമില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം പൊതുവിദ്യാലയങ്ങൾക്കുണ്ട്. അതായത് സർക്കാർ തീരുമാനിച്ചു എന്നാൽ നിങ്ങൾ അങ്ങോട്ട് നടത്തിക്കോ, ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല എന്ന് ചില സ്കൂളുകൾ തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാനാവില്ല. കാരണം ഇത് സർക്കാരിൻ്റെ നിർദ്ദേശമാണ്, സർക്കാരിൻ്റെ തീരുമാനമാണ്. അതും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്രയും സൂംബ എന്ന് പറയുന്ന ഒരു കാര്യം കുട്ടികളുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അത് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ഉൾപ്പെടുത്തണ്ട എന്ന് ഒരു വിഭാഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സൂംബയുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ, കുട്ടികൾ പഠിക്കുന്നതും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ വളരെ നന്നായി ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികൾ ഇടപെടട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ എപ്പോഴും അവരുടെ മാനസിക ശാരീരിക ഉല്ലാസവും വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ മറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒക്കെ മുന്നോട്ട് വരണം. അങ്ങനെ മുന്നോട്ട് വരേണ്ട കാലം വളരെ നമ്മൾ ഒരുപാട് മുമ്പേ വരേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് വൈകി. എങ്കിൽ കൂടി ഇനി മുന്നോട്ട് വരണം. ഈ സമുദായത്തെ സംബന്ധിച്ച്, അതായത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹികമായ പുരോഗതിക്ക് വലിയ പങ്ക് വഹിച്ച സമുദായമാണ്. ഇനിയും അവർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രശസ്തരായ ആളുകൾ ഉയർന്നു വന്ന ഒരു സമുദായമാണ്. ഇത്തരം ചെറിയ വിഷയങ്ങളിൽ അവർ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ആ സമുദായത്തെ മുഴുവനായി അടച്ചാക്ഷേപിക്കുകയല്ല, കുറച്ച് പേരെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നത് കൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്കുള്ള ചർച്ചകൾ പോവുകയല്ല ശരിക്കും വേണ്ടത്. കാതലായ വിഷയങ്ങളിലുള്ള ചർച്ചകളാണ് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കട്ടെ, ഒപ്പം കളിച്ചു വളരട്ടെ, നല്ല സാമൂഹ്യ ബോധമുള്ള പൗരന്മാരായി സർക്കാരൊക്കെ തീരുമാനിക്കുന്ന പോലെ ലഹരി വിമുക്തമായി അങ്ങനെ നല്ല സാമൂഹ്യ ബോധമുള്ള അല്ലെങ്കിൽ നല്ല ചിന്താഗതിയുള്ള നല്ല കുഞ്ഞുങ്ങളായി നമ്മുടെ കുട്ടികൾ വളർന്നു വരട്ടെ.